ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ്. അപ്പൊ സമയമൊന്നും കളയുന്നില്ല, വേഗം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളെ നല്ലപോലെ നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്റെ മക്കൾ വേഗം ചോദ്യം ഒന്ന് വായിച്ചോക്കേടാ. 54നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി ചിത്രീകരിക്കുന്നതിൽ വിട്ടുപോയവ പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത് അല്ലെ. ഒന്നുമില്ല, ഇവിടെ ഫാക്ടറൈസേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 54നെ അല്ലെ 54നെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ആ ഒരു വിട്ടുപോയിട്ടുള്ള ഓരോരോ കള്ളികളിലെ അതിലേക്കുള്ള ആ നമ്പേഴ്സ് എന്താണോ എന്നുള്ളത് നമുക്ക് കിട്ടും. നമുക്ക് മെല്ലെ അതെന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ, റെഡി ആയിട്ട് ഇവിടെ 54നെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ള മെത്തേഡ് എപ്പോഴും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതേ അങ്ങനെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താ നമ്മൾ ചെയ്യുക, ഇതിലെ അഭാജ്യ സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഹരിച്ച് വരുന്നത്, ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഏതൊക്കെയായിരുന്നു ആ ഒരു പ്രൈം നമ്പേഴ്സ്? അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2, 3, 5, 7, 11 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സംഖ്യകളായിരുന്നു ഈ പ്രൈം നമ്പേഴ്സ് അല്ലെ. അതിന്റെ അതാത് നമ്മൾ 2 പോകും. കാരണം എന്താ, ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. എത്ര തവണ പോകും? 27 തവണ പോകും അല്ലെ. 54ന് 2 27 തവണ പോകുന്ന ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതാ ഇവിടെ എഴുതി നോക്കട്ടെ. 2 എത്ര തവണ? 27 തവണ പോകും. ഇനി നോക്കിക്കേ, 27ല് 2 പോവോ? പോവൂല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് നോക്കും? 3 പോവോ നോക്കും. 3 പോകും. 3 എത്ര തവണ പോകും? 9 തവണ പോകും. 9 3 അല്ലെ 27 ആയിട്ട് വരുന്നത്. അപ്പൊ 9 തവണ പോകും അല്ലെ. ഇനി 9ല് 3 പോവോ? 9ല് 3 പോവോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് എന്നെ മക്കൾ നോക്കിക്കേ, ഇവിടെ ഈ 54ന്റെ ഈ 2 കള്ളികള് ഇവിടെ 2 27 എന്നുള്ള കള്ളികളാണ് അല്ലേടാ, ഒരു സർക്കിളിന്റെ അകത്തുള്ളത്. ഇനി അടുത്ത 2 കള്ളികളില് 27നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 27ല് 3 പോകും 9 തവണ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കിയിട്ട് എഴുതി കൊടുക്കണം? ഇവിടെ 3 ഇവിടെ 9 എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തൂടെ? ഇനി അടുത്ത് നോക്കിക്കേ, 9ല് ഇനി ആര് പോകും? 3 പോകും 3 തവണ. അപ്പൊ അടുത്ത കള്ളിയിൽ നമുക്ക് ആളെ കിട്ടിയില്ലേ, 3 നാളെ കിട്ടി. ഇനി ഈ 3ല് 3 പോകും 1 തവണ. അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 1 വരുന്നവരെ ഫാക്ടറൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു സർക്കിളൊക്കെ എന്താക്കി ഫില്ല് ചെയ്തു. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരേപോലെ അല്ലെ, ഇതേപോലത്തെ ഒരു ചോദ്യോടെ ഞാൻ തരാം. അപ്പൊ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആകും. നോക്കിക്കേ, നമുക്ക് ഇവിടെ 30നെ ഇതേപോലെ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ 30ല് ആദ്യം ആര് പോവോ നോക്കുക? 2 പോവോ നോക്കുക. പോവൂല്ലേ. അപ്പൊ 2 പോകും എത്ര തവണ? 15 തവണ. അപ്പൊ ഞാനിതാ ഇവിടെ 2 എന്ന് എഴുതി, 15 എന്ന് എഴുതി. ഇനി അടുത്ത 15ലെ 2 പോവോ? പോവൂല. അപ്പൊ 15ലെ തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 പോവോ നോക്കുക നമ്മള്. 3 പോകും. എത്ര തവണ പോകും? 3 5 തവണ പോകും. അപ്പൊ അടുത്ത കളിയിൽ എനിക്ക് 3 5 എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കാം. സെറ്റല്ലേ? ഇനി നോക്കിക്കേ, 5 മാത്രമേ പോകൂ 1 തവണ. അപ്പൊ നമ്മൾ അവസാനം 1 വരുന്നവരെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്ത് പോവുക. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് എൻ്റെ കുട്ടികൾക്ക് അധികവും എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഏതൊരു ചോദ്യം തന്നാലും എൻ്റെ കുട്ടിക്ക് എന്താക്കാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതേപോലത്തെ അടുത്തൊരു ചോദ്യമാണ് 45ന് അല്ലെ. അപ്പൊ 45നെ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. 45നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പം എന്താ വരിക? 45ല് 2 പോവോ നോക്കും. പോവോ? പോവൂല. അപ്പൊ തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള ആര് പോവോ നോക്കണം. 3 പോവോ നോക്കാം നമ്മള്. അതെ, നോക്കിക്കേ, 3 പോവോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ 3 പോവുമെങ്കിൽ എത്ര തവണ പോകും? 15 തവണ പോകും അല്ലെ. അപ്പൊ 15 തവണ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ 3ഉം 15ഉം ആ കള്ളികളിലേക്ക് എഴുതി കൊടുത്തു. ഇനി തൊട്ടടുത്ത താഴെയുള്ള കള്ളി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഓടി വന്ന് ആ 2 കുഞ്ഞി സർക്കിൾ കൂടെ ഫില്ല് ചെയ്തിട്ട് വേഗം നമ്മളെ കമന്റ് ബോക്സിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഏതാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നത് മുന്നേയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ചോദ്യം എന്ത് ചെയ്യരുത്, വിട്ടേക്കരുത്. അപ്പൊ ഇതേ ടൈപ്പ് ചോദ്യവും വരാം. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് മിസ് ചെയ്യാതെ പഠിച്ചോളുക. സെറ്റായിട്ട് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.